നമസ്കാരം. ഞാൻ എൻ്റെ സങ്കടം കൊണ്ട് പത്തനംതിട്ട നിവാസികളായ പറക്കോട് എക്സൈസ് പരിധിയിലുള്ള ആൾക്കാരോട് അവർക്ക് വേണ്ടി എൻ്റെ ഒരു അനുഭവം ഞാൻ പങ്കുവെക്കുകയാണ്. നിങ്ങളത് സൂക്ഷ്മതയോടെ ശ്രദ്ധയോടെ കേൾക്കണം. ഇത് നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരണം. അതിനുവേണ്ടിയാണ്. എനിക്ക് ഇനി നിയമപരമായിട്ട് എന്ത് പ്രശ്നം വന്നാലും ഞാൻ അതിനെ അഭിമുഖീകരിക്കാൻ തയ്യാറായി തന്നെയാണ് ഞാൻ ഈ യൂട്യൂബിൽ ഇതിടുന്നത്. എന്താണെന്ന് വെച്ചാൽ ഉദ്യോഗസ്ഥർക്കെതിരെയാണ് ഞാൻ പറയുന്നത്. നാളെ ചിലപ്പോൾ അവരെന്നെ ഇതിൽ കൂടുതൽ ക്രൂരമായിട്ട് എന്നെ അപമാനിച്ചേക്കാം, അല്ലെങ്കിൽ വലിയ കേസിൽ പെടുത്തിയേക്കാം. എന്നാലും മറ്റ് ആൾക്കാർക്കെങ്കിലും ഇനിയുള്ള ആൾക്കാർക്ക് ഇങ്ങനെയുള്ള അനുഭവം വരാതിരിക്കാൻ വേണ്ടിയാണ് ഞാനിത് യൂട്യൂബിലിടുന്നത്. അതുകൊണ്ട് ഈ പത്തനംതിട്ട നിവാസികൾ, പറക്കോട് എക്സൈസ് പരിധിയിലുള്ള ആൾക്കാർ പ്രത്യേകിച്ച് ഇതൊന്ന് ശ്രദ്ധിച്ച് കേൾക്കണം. എനിക്ക് വന്ന ഒരു അനുഭവം എനിക്ക് പങ്കിടാൻ വേണ്ടിയാണ്. ഇന്നലെ മുതൽ യൂട്യൂബിൽ എൻ്റെയും മാനസികാസ്വാസ്ഥ്യമുള്ള എൻ്റെ ഭർത്താവിൻ്റെയും പേരിലൊരു യൂട്യൂബിൽ ഒരു വീഡിയോ പ്രദർശിക്കുന്നുണ്ട്. എല്ലാവരും അത് കാണുന്നുണ്ട്. കണ്ടവർ ഇത് മനസ്സിലാക്കണം. പുത്തൻചന്തയിലുള്ള രതീഷ് എന്ന് പറയുന്ന ഒരു എക്സൈസ് ഉദ്യോഗസ്ഥനും പത്തനാപുരത്ത് താമസിക്കുന്ന ഹസീന എന്ന് പറയുന്ന ഇപ്പം നമ്മുടെ പറക്കോട് എക്സൈസ് ഓഫീസിലെ CI ആയിട്ട് കണ്ടിരിക്കുന്ന ഹസീന എന്ന് പറയുന്ന ഉദ്യോഗസ്ഥയും അവർ രണ്ടുപേരും കൈക്കൂലി വീരന്മാരെന്ന് പറഞ്ഞാൽ അവർ അത്രയും ക്രൂരതയും കള്ളത്തരവും കാണിക്കുന്ന ഉദ്യോഗസ്ഥന്മാരും വേറെയില്ല. ഞങ്ങൾ അങ്ങനെ കച്ചവടക്കാരോ ഞങ്ങൾ കഞ്ചാവ് കച്ചവടം നടത്തുന്ന ആൾക്കാരോ അല്ല. ഈ രതീഷ് എന്ന് പറയുന്ന ആൾ ഞങ്ങളുടെ അയൽവക്കക്കാരനായിരുന്നതുകൊണ്ടും സൗഹൃദത്തിൻ്റെ പുറത്ത് ഇവർ സംസാരിച്ച കൂട്ടത്തിൽ ചേട്ടൻ്റെ കയ്യിൽ ഈ എക്സൈസുകാരൻ തന്നെ സാധനം കൊടുത്തിട്ട് കമ്മീഷൻ വ്യവസ്ഥയിലെ മാനസികാസ്വസ്ഥയുള്ള എൻ്റെ ഭർത്താവിനെ കൊണ്ട് കച്ചവടം നടത്തിക്കുകയും 6000 രൂപ വീതം മാസം ഈ വ്യക്തിക്ക് കൊടുക്കണമെന്ന് പറഞ്ഞ് ഞങ്ങൾ അങ്ങനെ കൊടുക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ ഈ ഹസീന എന്ന് പറയുന്നവർ ഇതിനകത്ത് പങ്കുചേരുകയും ഇവർ രണ്ടുപേരും കൂടെ ഞങ്ങളോട് കമ്മീഷൻ മേടിച്ചുകൊണ്ട് ചേട്ടനെ കൊണ്ട് ഇത് ചെയ്യിക്കാൻ തുടങ്ങി. ലാസ്റ്റ് ഞങ്ങൾക്ക് ഇവരുടെ നിരന്തരമായിട്ടുള്ള പ്രേരണയും ശല്യവും സഹിക്കാൻ പറ്റാതെ വന്നപ്പം ഞങ്ങൾക്ക് ഈ 6000 രൂപ വീതം കൊടുക്കാൻ ഞങ്ങളെ കൊണ്ട് നിവൃത്തിയില്ലാതെ വന്നപ്പം ഞാൻ ഈ ഹസീന എന്ന് പറയുന്ന ഉദ്യോഗസ്ഥയോട് ഞങ്ങളെ കൊണ്ട് ഇത് പറ്റത്തില്ല, ചേട്ടന് സുഖമില്ലാത്ത ആളാണ്, ചേട്ടനെ കൊണ്ട് ഇത് ചെയ്യിക്കരുത്, ഞങ്ങൾക്ക് കമ്മീഷൻ തരാൻ നിവൃത്തിയില്ല, ഞങ്ങൾ നിർത്തുക എന്ന് പറഞ്ഞപ്പം അങ്ങനെ ഞങ്ങൾ തമ്മിൽ വാക്കുതർക്കം ഉണ്ടായി, വിഷയം ഉണ്ടായി. അവരുമായിട്ട് ഞാൻ ശത്രുതയുണ്ടായി. അത് കഴിഞ്ഞപ്പോൾ രതീഷ് എന്ന് പറയുന്ന ആൾ ചേട്ടനെ വിളിച്ച് പുത്തൻചന്തയെ കൊണ്ടുപോയി ഒരു തോട്ടത്തിൽ കൊണ്ടിരുത്തി സംസാരിച്ച്, ഇതുപോലെ നീ കച്ചവടം ചെയ്തേ പറ്റത്തുള്ളൂ, അഥവാ നീ കച്ചവടം ചെയ്യുന്നില്ലെങ്കിൽ എനിക്ക് 6000 രൂപ വീതം കിട്ടിയേ പറ്റത്തുള്ളൂ, എനിക്ക് പെരപണി നടന്നുകൊണ്ടിരിക്കുകയാണ്, എനിക്ക് പൈസ അത്യാവശ്യമാണ്, അതുകൊണ്ട് നീ പൈസ തന്നേ പറ്റത്തുള്ളൂ. അവനെ പുത്തൻചന്തയിൽ അന്ന് 2 നില വീടാണ്, 7-8 മുറിയുള്ള ഒരു വീടാണ് പണിതുകൊണ്ടിരിക്കുന്നത്. അത് മുഴുവനും ഈ രതീഷ് കൈക്കൂലി മേടിക്കുന്ന പൈസയാണ്. ഈ ഹസീനയും അങ്ങനെ തന്നെയാണ് ജീവിക്കുന്നത്. അവരും ഇഷ്ടം പോലെ കൈക്കൂലി മേടിക്കുന്നുണ്ട്. ഞങ്ങളതിനെ എതിർത്തതിനെ തുടർന്ന് ഈ കഴിഞ്ഞൊരിടയ്ക്ക് ഇവർ പലരോടും കഞ്ചാവ് മേടിച്ച പിള്ളേരുള്ള അവന് കച്ചവടം ഉണ്ടോ ഇപ്പോൾ ഉണ്ടോ എന്ന് ഇനി എനിക്ക് അവരെ രണ്ടുപേരെ അറസ്റ്റ് ചെയ്യണം, അവരെ ഞങ്ങൾ പിടിച്ചകത്തിടും, അവരെ കിട്ടിയേ പറ്റും. പല ആൾക്കാർ ഞങ്ങളോട് പറഞ്ഞ് നിങ്ങൾ സൂക്ഷിക്കണം, ഇതുപോലെ ഹസീന എന്ന് പറയുന്ന അവർ ഭയങ്കര വൈരാഗ്യത്തിൽ നടക്കുന്നുണ്ട്, നിങ്ങൾ സൂക്ഷിക്കണം എന്ന് പറഞ്ഞപ്പോഴും നമ്മുടെ ഈ കച്ചവടം ഇല്ലാത്തതുകൊണ്ട് ഞങ്ങളത് ശ്രദ്ധിച്ചിട്ടില്ല. ഞങ്ങളത് നിസ്സാരമായിട്ട് കണ്ടു. ഇവർ ഈ ഞങ്ങളുടെ ഈ എളമണ്ണൂർ കടമാങ്കുഴിക്ക് ഈ കഴിഞ്ഞിടയ്ക്ക് ഇലക്ട്രിസിറ്റിയുടെ അറ്റകുറ്റപ്പണികൾ നടന്നുകൊണ്ടിരുന്ന സമയത്ത് രാവിലെ തൊട്ട് വൈകിട്ട് വരെ കറണ്ടില്ലായിരുന്ന സമയത്ത് 2 വീലറിൽ 2 എക്സൈസ് ഉദ്യോഗസ്ഥന്മാർ കളർ ഡ്രസ്സിൽ വന്നിട്ട് ഞങ്ങളുടെ ക്യാമറ തല്ലിപ്പൊട്ടിച്ച് കളഞ്ഞിട്ട് എൻ്റെ ഭർത്താവിനെ ഉപദ്രവിച്ചിട്ടും പോയി. അത് കഴിഞ്ഞ് ആരാന്ന് ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പിറ്റേന്ന് ഈ ക്യാമറ ശരിയാക്കുന്നതിന് മുമ്പ് തന്നെ പിറ്റേന്ന് ഒരു വണ്ടി ആൾക്കാർ 3 ലേഡി എക്സൈസ് ഉദ്യോഗസ്ഥരുൾപ്പെടെ 10 പേരോളം അടങ്ങുന്ന സംഘം വരികയും വന്ന് ഞങ്ങളുടെ വീടിൻ്റെ പരിസരത്ത് വന്ന് ഞങ്ങളുടെ വീടിൻ്റെ മുന്നിൽ കിണറുണ്ട്. ഞങ്ങളുടെ പെരക്കകത്ത് ഇവർക്ക് സാധനം കൊണ്ട് വെക്കാൻ പറ്റിയിട്ടില്ല, പെരക്കകത്ത് കയറാൻ പറ്റിയില്ല. അതുകൊണ്ട് വീടിൻ്റെ സൈഡിലുള്ള കിണറിൻ്റെ അവിടെ കുടമുടക്കിച്ചെടി കുറ്റിയായിട്ട് നിൽക്കുന്ന കുടമുടക്കിച്ചെടിയുടെ ഇടയ്ക്ക് ഒരു വെള്ള കവറിനകത്ത് സാധനം അവിടുന്ന് കിട്ടിയാന്ന് പറഞ്ഞ് ഇവർ എടുത്തുകൊണ്ട് വന്നു. ആ എടുത്തുകൊണ്ട് വന്ന സാധനം എന്നേരം ഒടിച്ച പോലുള്ള പച്ച കമ്പോട് കൂടിയ സാധനമാണ് ഇവർ എടുത്തുകൊണ്ട് വന്നത്. അതെടുത്തുകൊണ്ട് വന്നതിന് ശേഷം എൻ്റെ ഭർത്താവിന് കച്ചവടം തന്നെയല്ല, ഇവിടെ കൃഷിയുണ്ടെന്നും കൃഷി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ പ്രഹസനം കാണിക്കാൻ വേണ്ടി എൻ്റെ ഭർത്താവ് ചെയ്തുകൊണ്ടിരുന്ന പ്ലാന്റേഷൻ ബ്ലോക്കിൽ പോയി അവിടെ മുഴുവനും കച്ചവടം ഉണ്ടെന്നും പറഞ്ഞ് പോയി പരിശോധിച്ച് പ്രഹസനം കാണിക്കുകയും അത് കഴിഞ്ഞ് വന്ന് പെരക്കകത്ത് കയറി വന്ന് ഞാൻ ഉപയോഗിക്കാതെ കിടക്കുന്ന ഹാൻഡ് ബാഗ് എന്ന് പറഞ്ഞാൽ ഞാനത് അമ്പലത്തിൽ പോകാനായിട്ട് പൈസ സൂക്ഷിക്കുന്ന ഒരു വഞ്ചിയാണ്.
എൻ്റെ ഹാൻഡ് ബാഗ് അത് ക്ലിപ്പിൽ നിന്ന് എടുത്തുകൊണ്ട് വന്ന് വേറൊരു ഉദ്യോഗസ്ഥ അവരെ എവിടെ നിന്നാണെന്നറിയത്തില്ല സ്ലിപ്പ് കവർ ഞങ്ങളുടെ വീട്ടിലൊരു ശകലം പോലും ഇങ്ങനെയുള്ള സാധനം ഉണ്ടായിരുന്നില്ല. ഇവരെ കൊണ്ടുവന്ന് വെച്ചതാണ് മനഃപൂർവ്വം എൻ്റെ ഹാൻഡ് ബാഗ് പഴയ ഉപയോഗിക്കാത്തൊരു ഹാൻഡ് ബാഗ് എടുത്ത് വെച്ച് അതിനകത്ത് ഒരു 2 സ്ലിപ്പ് കവറിലെ കുറച്ച് സാധനങ്ങൾ അതിനകത്ത് വെച്ചിട്ട് ഞാൻ കച്ചവടക്കാരിയാണെന്നുള്ള രീതിയിൽ ഇവർ ഞങ്ങളുടെ കട്ടിലെ കൊണ്ട് വെച്ച് അവർ വീഡിയോ പിടിച്ച് എൻ്റെ പേഴ്സിൽ നിന്ന് എടുക്കുന്നതായിട്ട് അഭിനയിച്ച് കാണിച്ച് പിന്നെ അവർ കവറിൽ കൊണ്ടുവന്ന സാധനം ഞങ്ങളുടെ കട്ടിലെ തന്നെ കുടഞ്ഞിട്ട് അവരത് വീഡിയോ പിടിക്കുകയും ഞങ്ങളുടെ വീഡിയോ ഉൾപ്പെടെ എല്ലാം പിടിച്ചിട്ട് ഞങ്ങളെ ഭയങ്കര മാഫിയാണെന്ന് ഞങ്ങളെങ്ങാണ്ട് കോയമ്പത്തൂരിൽ നിന്നോ കർണാടകയിൽ നിന്നോ എവിടെ നിന്നോ ഒക്കെ ഞങ്ങൾ സാധനം കൊണ്ടുവന്ന് ഭയങ്കര മാഫിയ കച്ചവടക്കാരാണെന്നും ഭയങ്കര കഞ്ചാവ് കച്ചവടക്കാരാണെന്നും എന്നുള്ള രീതിയിലെല്ലാം പറഞ്ഞ് വീഡിയോ പിടിച്ച് യൂട്യൂബിലിട്ടിരിക്കുകയാണ്. അതിൻ്റെ കൂടെ ഞങ്ങളുടെ വീട്ടിലിരുന്ന് എൻ്റെ ഭർത്താവ് പോലും അറിയാതെ ഞാൻ രഹസ്യമായിട്ടും 10-500 വെച്ച് ഞാൻ ശേഖരിച്ച് വെച്ച് ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ കണ്ണിൽ പെടാതിരിക്കാൻ മാനസികാസ്വസ്ഥയുള്ള ആളായതുകൊണ്ട് പുള്ളി തപ്പിയെടുക്കാതിരിക്കാനും പിന്നെ അദ്ദേഹത്തിന് എന്തെങ്കിലും ഒരാപത്ത് വരികയോ എന്തെങ്കിലും ഒരാവശ്യം വന്നാൽ പേഴ്സണലായിട്ട് എൻ്റെ കയ്യിൽ ഇച്ചിരി പൈസ വേണമല്ലോ എന്ന് വിചാരിച്ച് എൻ്റെ ഭർത്താവ് പോലും അറിയാതെ ഞാനൊരു 10-30,000 രൂപ എൻ്റെ പിന്നെ അൺഡ്രംസും സാധനങ്ങൾ വെക്കുന്ന പിന്നെ വീട്ടിലിരുന്ന തുണികൾ വെക്കുന്ന അലമാരിക്കകത്ത് പിന്നെ ലെഗിൻസിൻ്റെ ഒരു പോക്കറ്റിനകത്തിട്ട് സെറ്റിപ്പിനും കുത്തി ഞാൻ അവിടെ പിന്നെ ആ പൈസ അതിനകത്ത് വെച്ചിരുന്നു. ആ പൈസ മടക്കി ആ തുണിക്കിടയിലിരുന്നത് പുറത്തു നിന്നൊരു കള്ളന്മാരോ ആർക്കോ വന്നെടുക്കാൻ പറ്റുന്ന പോലെ അവസ്ഥയിലല്ല അതിനകത്ത് വെച്ചിരിക്കുന്നത്. ഒരു ആൾക്കാരും പിന്നെ പുറത്തുനിന്ന് വന്നിട്ട് ഈ പെണ്ണുങ്ങളുടെ അടിവസ്ത്രം ഇരിക്കുന്ന പിന്നെ ഇതിനകത്തുനിന്ന് വന്ന എക്സൈസ് ഉദ്യോഗസ്ഥന്മാർ ആണുങ്ങൾ പോലും പെണ്ണുങ്ങളുടെ അടിവസ്ത്രമൊന്നും തപ്പുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് തന്നെയല്ല ഞാൻ വ്യക്തമായിട്ട് എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാണ്. അലമാരി തുറന്ന് ഈ ഹസീന എന്ന് പറയുന്ന പിന്നെ ഉദ്യോഗസ്ഥയും അവരുടെ കൂടെ പൊക്കമുള്ള ആ ലേഡിയുടെ എൻ്റെ പേരെനിക്കറിയത്തില്ല. ആ ഒരു ലേഡിയും പിന്നെ ഒരു ഇച്ചിരി കഷണ്ടിയുള്ള ഇച്ചിരി മീശയൊക്കെ കുറവുള്ള ഒരു ഉദ്യോഗസ്ഥനുണ്ടായിരുന്നു. അതും ഉദ്യോഗസ്ഥൻ കളർ ഡ്രസ്സിലായതുകൊണ്ട് ആ വ്യക്തിയെ എനിക്ക് കണ്ടാൽ അറിയാവുന്നല്ലാതെ ആ പേര് എനിക്കറിയില്ല. അവർ 3 പേരും കൂടാണ് ഈ അലമാരിക്കകത്ത് തപ്പിയത്. ഈ അലമാരിക്കകത്ത് പിന്നെ ഇതിനകത്ത് ലെഗിൻസിനകത്തിരുന്ന പൈസ ഇവരത് എടുത്തത് ഞാൻ അറിഞ്ഞിട്ടില്ല. അപ്പം ഞാൻ ഓർത്ത് ഞാൻ ഇത്രയും തുണിക്കടയിലൊക്കെ ഒതുക്കി വെച്ചിരിക്കുന്ന പൈസ ആയതുകൊണ്ട് എടുക്കാൻ പറ്റത്തില്ല. അത് തന്നെ എൻ്റെ ഭർത്താവ് അറിയാതെ വെച്ചിരിക്കുന്ന പൈസ ആയതുകൊണ്ട് എനിക്കതിനെ പ്രതികരിക്കാൻ പറ്റിയില്ല. ആ പൈസ അവരെടുക്കുമെന്ന് ഞാൻ ഒരിക്കലും സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. അതുകൂടാതെ എൻ്റെ തടിയലമാരിക്കകത്ത് ഒരു ചെറിയൊരു ജുവൽ ബോക്സിനകത്ത് പിന്നെ എൻ്റെ ഭർത്താവിൻ്റെ കഴുത്തേൽ ഒരു രുദ്രാക്ഷം കെട്ടിയ ഒരു 2 ഗ്രാം സ്വർണം വരുന്ന ഒരു രുദ്രാക്ഷം കെട്ടിയ അത് ഒടിഞ്ഞപ്പോൾ ആ രുദ്രാക്ഷം എടുത്ത് ഒരു ജുവൽ ബോക്സിനകത്ത് വെച്ചിരുന്നു. എൻ്റെ ഒരു ജോഡി വെള്ളി കൊലുസുണ്ട്. എൻ്റെ ഭർത്താവിൻ്റെ അരപ്പവൻ്റെ ഒരു മോതിരമുണ്ട്. എൻ്റെ സെക്കൻഡ് സ്റ്റഡ് ഞാൻ ഈ 3 കമ്മൽ 4ാമത്തെ കമ്മൽ സത്യം പറഞ്ഞാൽ എൻ്റെ ഭർത്താവ് എന്നെ ഉപദ്രവിച്ചപ്പോൾ തന്നെ അത് ഒടിഞ്ഞ കമ്മലാണ്. ഒടിഞ്ഞതല്ല, എൻ്റെ ആണി ഊരിപ്പോയിട്ട് ആ ആണി ഇല്ലാത്ത ആ 2 സെക്കൻഡ് സ്റ്റഡ് കമ്മലും അത്രയും കൂടെ ഞാൻ ചെറിയൊരു പിന്നെ തടിയുടെ ഒരു ജുവൽ ബോക്സിനകത്ത് ഇട്ട് വെച്ചിരുന്നു. ആ ബോക്സ് അതുപോലെ അവരെടുത്തോണ്ട് പോയിട്ടുണ്ട്. പിന്നെ പണം ഇങ്ങനെ കിട്ടുന്നതാണല്ലോ എടുക്കുന്നത് ഇവർ പിന്നെ നമ്മൾ കച്ചവടക്കാരാണെന്ന് സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് പൈസ കിട്ടുവാണെങ്കിൽ അതിൻ്റെ ഉയർന്ന ഉദ്യോഗസ്ഥന്മാരുടെ അടുത്ത് ഈ പൈസ കൊണ്ട് കൊടുക്കേണ്ടതാണ്. ഇത് കച്ചവടത്തിൽ നിന്ന് ഇവരെടുത്ത പൈസ ഇവരുടെ വീട്ടിൽ നിന്ന് കിട്ടിയാന്ന് പറഞ്ഞ് കൊടുക്കേണ്ടതാണ് ഓഫീസിൽ. ആ പൈസ അവിടെ കിട്ടിയിട്ട് ഞാൻ CI സാറിനെ വിളിച്ചായിരുന്നു. വിളിച്ചപ്പോൾ അങ്ങനെ പിന്നെ ഒരു തുക അവിടെ അവർ കൊടുത്തിട്ടില്ലെന്ന് പറഞ്ഞു. അത് കൊടുത്തിട്ടില്ലെന്ന് ഉറപ്പിച്ചപ്പോഴേ എനിക്ക് മനസ്സിലായി അത് ഹസീന് പിന്നെ ഈ 3 ഉദ്യോഗസ്ഥന്മാരും 2 ലേഡി ഉദ്യോഗസ്ഥരും ഈ സാറും കൂടെ ആ പൈസ വീതിച്ചെടുത്തതാണെന്നും എൻ്റെ സ്വർണം ഇതുപോലെ അവർ എടുത്തിട്ടുണ്ടെന്നും അത്രയും സ്വർണം എല്ലാം കൂടെ 1 പവനേ ഉള്ളൂ എന്ന് പറഞ്ഞാലും 2 സെക്കൻഡ് സ്റ്റഡും ഒരു മോതിരവും ചേട്ടൻ്റെ രുദ്രാക്ഷം കെട്ടിയ 2 ഗ്രാമിൻ്റെ രുദ്രാക്ഷം കെട്ടിയ ഒരു രുദ്രാക്ഷവുമാണ് എൻ്റെ ഒരു വെള്ളിക്കൊലുസുമാണ്. ഒരു ജോഡി വെള്ളിക്കൊലുസുമായിട്ട് മോഷണം പോയിരിക്കുന്നത്. അത് പുറത്തുനിന്ന് ഒരാളും വന്ന് എടുത്തതല്ല. ഈ ഹസീന എന്ന് പറയുന്ന ഉദ്യോഗസ്ഥ എടുത്തതാണെന്ന് എനിക്ക് ശരിക്കും നല്ല ഉറപ്പുള്ളതുകൊണ്ടാണ് ഞാനീ പറയുന്നത്. അതുകൊണ്ട് ഇത് കാണുന്ന ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർ എക്സൈസുകാരാണെങ്കിലും പോലീസുകാരാണെങ്കിലും ഇത് അന്വേഷിക്കണം. എന്നെ ഉൾപ്പെടെ നുണപരിശോധനയ്ക്ക് വിധേയനാക്കാൻ ഞാൻ തയ്യാറാണ്. ഞാനീ പറയുന്നത് ഞാൻ സത്യാവസ്ഥയുള്ള കാര്യമാണ് പറയുന്നത്. എന്നെ ഉൾപ്പെടെ ഈ 3 പോലീസ് ലേഡി പോലീസ് ഉദ്യോഗസ്ഥർ 2 പേരെയും ഈ സാറിനെ ഈ ജെൻസ് ഈ സാറിനെ ഈ എക്സൈസുകാരൻ ഉദ്യോഗസ്ഥനെയും ഈ 3 പേരെയും എന്നെയും നുണപരിശോധനയ്ക്ക് പിന്നെ എൻ്റെ ലെഗിൻസ് ഞാൻ എൻ്റെ കൈ കൊണ്ട് എടുക്കുന്ന ലെഗിൻസ് ആരും വേറെ തൊടാത്ത
അത് ഞാൻ അതുപോലെ തന്നെ സൂക്ഷിച്ച് ഇവിടെ വെച്ചിട്ടുണ്ട്. ഫോറൻസിക് ലാബുകാർ അത് വന്ന് അത് പരിശോധിക്കണമെന്നും പരിശോധിച്ച് അതിലെ കൈരേഖ എടുക്കണമെന്നും അതിൽ നിന്ന് പൈസ എടുത്തിരിക്കുന്ന ആരാണെന്ന് കണ്ടുപിടിക്കണമെന്നും ഈ പൈസ എൻ്റെ ഒരു റെയിൻകോട്ടിൻ്റെ വരുന്ന ഒരു ചെറിയ പേഴ്സ് പോലെ ഒരു കവറിനകത്ത് ഞാൻ ഈ പൈസ അടുക്കി ഇട്ട് റബ്ബർ ഇട്ട് വെച്ചിട്ട് ആ കവർ അത് മടക്കി അതിനകത്ത് ലെഗിൻസിൻ്റെ പോക്കറ്റിലിട്ട് സെറ്റിപ്പം കുത്തി വെച്ചിട്ട് എൻ്റെ അടിവസ്ത്രം കഴുകി സൂക്ഷിക്കുന്ന ഡ്രോയറിൻ്റെ ഉള്ളിൽ സൂക്ഷിച്ചിരുന്നതാണെന്നും അത് പുറത്തുനിന്ന് കള്ളന്മാർക്ക് വന്ന് എടുക്കാവുന്നവരുള്ള അവസ്ഥയല്ലെന്നും അതിന് തലേന്ന് വരെ എൻ്റെ വീട്ടിൽ പെരയ്ക്ക് ചുറ്റിനും ക്യാമറയുള്ള CC ക്യാമറയുള്ള വീടാണിതെന്നും അതുകൊണ്ട് ഇവരെ ആണ് എടുത്തതെന്ന് എനിക്ക് ഉറപ്പുള്ളത് കൊണ്ടാണ് ഞാൻ പറയുന്നത്. അതുപോലെ തന്നെ ഈ ഉദ്യോഗസ്ഥർ എവിടെ പോയാലും ഇവരെ എനിക്ക് വ്യക്തിപരമായിട്ടും അല്ലാതെയും ഈ കച്ചവടക്കാർ ഇവിടെ ഞങ്ങളുടെ ഈ പൂതങ്കര ഏരിയയിൽ ബാറും അങ്ങനെയുള്ള ഇല്ലാത്തതുകൊണ്ട് ഒന്നീ അടൂർ പോകണം അല്ലെങ്കിൽ പത്തനാപുരത്ത് പോകേണ്ട ആവശ്യമുള്ളതുകൊണ്ട് ഇവിടെ ഒരുപാട് ചെറുകിട ഈ കുപ്പി കച്ചവടക്കാരുണ്ട്. സിവിൽ സപ്ലൈസിൽ നിന്ന് തന്നെ സാധനങ്ങൾ എടുത്തുകൊണ്ട് വന്ന് ചെറിയ കുപ്പികളിലാക്കി കൊടുക്കുന്ന ആൾക്കാരുണ്ട്. അവരോടും ഈ കമ്മീഷൻ മേടിക്കുന്നുണ്ട്. ഇവരെ ഈ രതീഷ് എന്ന് പറയുന്ന ഉദ്യോഗസ്ഥനും ഈ ഹസീനയും കൂടെ ഇവരോട് 2000, 3000, 5000 വെച്ച് എല്ലാ മാസവും ഇവർക്ക് കൊടുക്കണം. അവർ കൊടുത്തു കഴിയുന്ന തന്നെ എക്സൈസുകാർ ഉദ്യോഗസ്ഥന്മാർ വേറെ അറിയാൻ വയ്യാത്ത ആൾക്കാർ പരിശോധനയ്ക്ക് വരുന്ന തന്നെ ഇവർ ഇൻഫർമേഷൻ കൊടുക്കും. ഇതുപോലെ ആ ഏരിയയിലോട്ടാണ് ഇന്ന് എക്സൈസുകാർ വന്നിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ സാധനം മാറ്റണം എന്ന് പറഞ്ഞ് അവരെ നിയമപരമായിട്ട് അല്ലാതെ ഇവർ സഹായിച്ച് അവരെ കൊണ്ട് സാധനം മാറ്റിക്കുകയും പിന്നെ ഇവർ എല്ലാ മാസവും ഈ പൈസ കൊടുത്തേ പറ്റത്തുള്ളൂ. കൊടുക്കാത്തവരെ മാത്രം ഇവർ വന്ന് റെയ്ഡ് ചെയ്ത് പിടിച്ച് കേസിൽപ്പെടുത്തുകയും ചെയ്യും. അങ്ങനെ ഈ കഴിഞ്ഞൊരിടയ്ക്ക് ആത്മഹത്യ ചെയ്ത പുളിയെന്ന് വിളിക്കുന്ന എന്താണ് വിഷ്ണു എന്നോ അങ്ങോട്ട് അവൻ്റെ പേര്, അവൻ്റെ പുളിയെന്ന് എനിക്കറിയത്തുള്ളൂ. അവനോട് ഇതുപോലെ പൈസ ചോദിച്ചിട്ട് അവൻ കൊടുക്കാതെ എതിർത്ത് പറഞ്ഞതിന് അതിൻ്റെ ആവശ്യത്തിന് അവനെ മാനസികമായിട്ടും ഇത് പീഡിപ്പിച്ച് അവനെ വലിയ കേസിൽപ്പെടുത്തിയതിന് ഇവൻ ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. ഈ ഹസീനയും രതീഷും കാരണം. അത് ഞങ്ങൾക്ക് വ്യക്തിപരമായിട്ട് അറിയാവുന്ന കാര്യമാണ്. അതുപോലെ ഇവർ ഈ കച്ചവടം നടത്തുന്ന ആൾക്കാരോടെല്ലാം കൈക്കൂലി വാങ്ങുന്നുണ്ട്. മറ്റുദ്യോഗസ്ഥരെ ഒന്നും എനിക്കറിയത്തില്ല. ഇവർ രണ്ടുപേരും മേടിക്കുന്നുണ്ടെന്ന് എനിക്ക് നല്ല തെളിവുണ്ട്. കറക്റ്റായിട്ട് അറിയാവുന്ന കാര്യമാണ് ഞാനീ പറയുന്നത്. അതുകൊണ്ട് ഇനിയെങ്കിലും ഞങ്ങൾ ഇന്നലെ 2 ദിവസം മുമ്പ് വന്ന് ഇവർ ഇത് ചെയ്ത് ഞങ്ങളെ പിടിച്ചുകൊണ്ട് കൊണ്ടുപോയിട്ട് ഈ വീഡിയോ പിടിച്ച് യൂട്യൂബിലൊക്കെ ഈ ഉദ്യോഗസ്ഥന്മാരെന്ന് പറയുമ്പം നമ്മൾ ഈ വീഡിയോ പിടിച്ച് അവർക്ക് അവരുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് കേസിൻ്റെ ആവശ്യത്തിനോ വല്ലതും അവർക്ക് കമ്പ്യൂട്ടറിൽ ഇടാനോ എന്തിനു വേണമെങ്കിലും ഇവർക്കിത് ചെയ്യാം. പക്ഷേ ഈ വീഡിയോ പിടിച്ച് യൂട്യൂബിലിടാൻ ഏത് ഉദ്യോഗസ്ഥനാണ് അധികാരമുള്ളത്? ഈ പത്തനംതിട്ട പരിധിയിലുള്ള ഞങ്ങൾക്ക് കുടുംബമായിട്ട് ജീവിക്കുന്നവരാണ്. ഞങ്ങൾക്ക് ബന്ധുക്കളുണ്ട്, അയൽവക്കക്കാരുണ്ട്, നാട്ടുകാരുണ്ട്. ഞങ്ങളും അഭിമാനത്തോടു കൂടി ഇവിടെ ജീവിക്കുന്ന ആൾക്കാരെ ഞങ്ങളെ യൂട്യൂബിലിട്ട് അപമാനിക്കാനും മാത്രം ഈ ഉദ്യോഗസ്ഥർക്ക് എന്ത് അധികാരമാണുള്ളത്? ഇവർക്ക് ആരാണ് ഈ അധികാരം കൊടുത്തത്? ഇവർക്ക് ഈ നിയമപരമായിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ ഇവർക്ക് അവകാശമുണ്ടോ? നമുക്ക് കേസ് പിടിക്കുക, അതിന് നമ്മളെ ശിക്ഷിക്കാം, അവർക്ക് കോടതി കൊണ്ടുപോയി നമ്മളെ ജയിലിലിടാം, അല്ലെങ്കിൽ പെറ്റി കേസ് എഴുതി വിടാം എന്നല്ലാതെ യൂട്യൂബിലൊക്കെ ഇട്ട് മൊത്തത്തിൽ അപമാനിക്കാൻ ഇവർക്ക് ആരാണ് അധികാരം കൊടുത്തതെന്ന് ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർ അത് അന്വേഷിക്കണം. ഇത് കണ്ടുപിടിക്കണം. ഞാൻ നുണപരിശോധനയ്ക്ക് വരെ ഞാൻ തയ്യാറാണ്. ഈ ഹസീന എന്ന് പറയുന്ന ഉദ്യോഗസ്ഥ എൻ്റെ 1 പവൻ്റെ സ്വർണ്ണാഭരണങ്ങളും 10-30,000 രൂപയും അപഹരിച്ചിട്ടുണ്ട്. അത് ഈ 3 ഉദ്യോഗസ്ഥരും രതീഷും കൂടെ വീതിച്ചെടുക്കാനാണ് കൊണ്ടുപോയിരിക്കുന്നതെന്നും ഞാൻ ഉയർന്ന ഉദ്യോഗസ്ഥൻ CI സാറിനെ മേലുള്ള ഉദ്യോഗസ്ഥനെ വിളിച്ചു കഴിഞ്ഞപ്പോൾ ആ പൈസയോ സ്വർണ്ണമോ അവിടെ അവർ എത്തിച്ചിട്ടില്ലെന്നും അവിടെ ആ സാറിൻ്റെ കയ്യിൽ എത്തിയിട്ടില്ലെന്നും ആ സാറ് തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആവശ്യക്കാർക്ക് വേണമെങ്കിൽ എനിക്ക് കേൾപ്പിക്കാൻ പറ്റും. അങ്ങനെ ചെയ്ത് ഇവർ എടുത്തുകൊണ്ട് പോയ പൈസ ഇത് ഇവരെടുത്ത് എന്ത് ചെയ്തെന്നും ആ പൈസ എനിക്ക് തിരിച്ചു കിട്ടിയില്ലെങ്കിൽ പോലും ഇനി ഈ പാവങ്ങളെ ആരെയും ഇവർ റെയ്ഡിന് കയറുന്ന ഒരു വീടുകളിൽ നിന്നും സ്വർണമോ പണമോ അപഹരിക്കപ്പെടാൻ ഇടയാകാതിരിക്കാൻ വേണ്ടിയും ഇങ്ങനെ യൂട്യൂബിൽ വെച്ച് ആരെ അപമാനിക്കാതിരിക്കാനും വേണ്ടിയും മാത്രമാണ് ഞാൻ താഴ്മയായിട്ട് ഞാൻ അപേക്ഷിക്കുകയാണ്. എൻ്റെ ഭർത്താവാണിത്. ഈ മനുഷ്യന് മാനസികമായിട്ട് അസ്വസ്ഥതയുള്ളൊരു മനുഷ്യനാണ്. മാനസിക ബുദ്ധിമുട്ടായിട്ട് തിരുവനന്തപുരത്ത് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി ഡോക്ടറുടെ ചികിത്സ കഴിയുന്ന ഒരു ഗുളിക മരുന്ന് കഴിച്ചുകൊണ്ടൊക്കെ നടക്കുന്ന ഒരു മനുഷ്യനാണ്. ഈ അവസ്ഥയിലുള്ള ഒരു മനുഷ്യനെ കൊണ്ട് പ്രേരിപ്പിച്ച് ഈ കച്ചവടം നടത്തിച്ച് പൈസ കൊടുക്കാൻ നിവർത്തിയില്ല. എൻ്റെ ഭർത്താവിനെ കൊണ്ട് അത് ചെയ്യിക്കരുതെന്ന് ഞാൻ പറഞ്ഞതിൻ്റെ
പ്രതികരണമാണ് നിങ്ങൾ ഈ 2 ദിവസം മുമ്പ് തൊട്ട് ഈ യൂട്യൂബിൽ കണ്ടുകൊണ്ടിരിക്കുന്ന വാർത്ത. അതുകൊണ്ട് നിങ്ങളെല്ലാവരും മനസ്സിലാക്കണം, നാട്ടുകാരും വീട്ടുകാരും ഈ പത്തനംതിട്ട നിവാസികളായിട്ടുള്ള ചെറുകിട കച്ചവടക്കാരും എല്ലാവരും മനസ്സിലാക്കണം. ഈ ഹസീന എന്ന് പറയുന്ന അവരും ഈ രതീഷും ഭയങ്കര ക്രൂരരായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരാണ്. അവർക്ക് വേണ്ടി വിടുപണി ചെയ്യുന്ന അവരുടെ താഴെയുള്ള ഉദ്യോഗസ്ഥന്മാർ ഇവരുടെ കൂടെയുണ്ട്. ഇവർ കൈക്കൂലി മേടിക്കുകയും റെയ്ഡ് വരുന്ന വീടുകളിൽ നിന്നും സ്വർണവും പണവും അപഹരിക്കുകയും ഒക്കെ ചെയ്യുന്നതുകൊണ്ട് ഈ ഉദ്യോഗസ്ഥന്മാരെ നിങ്ങൾ കണ്ണടച്ച് വിശ്വസിക്കരുതെന്നും, ഏത് ഉദ്യോഗസ്ഥന്മാരാണെങ്കിലും നമ്മുടെ വീട്ടിൽ റെയ്ഡിന് വരുന്ന തന്നെ അവരിലൊരു കണ്ണ് വേണമെന്നും, അവരെല്ലാവരും പിന്നെ നല്ല ഉദ്യോഗസ്ഥന്മാരാണെങ്കിലും ഈ ഹസീനയും രതീഷിനെയും, ഈ ഹസീനയ്ക്ക് സൈഡിൽ നിൽക്കുന്ന ഈ 2-3 ഉദ്യോഗസ്ഥരുണ്ട്, ഇവരൊക്കെ നമ്മുടെ പണവും സ്വർണവും അപഹരിക്കുമെന്നും, അതുകൊണ്ട് നിങ്ങൾ ഇവർ വീട്ടിൽ കയറുമ്പോൾ ദയവ് ചെയ്ത് വീഡിയോ പിടിക്കാൻ പറ്റുന്ന ഫോൺ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ രഹസ്യമായിട്ടാണെങ്കിലും അത് വീഡിയോ ഓണാക്കി നിങ്ങളത് വെച്ചേക്കണം. ഇവർ ചെയ്യുന്ന പ്രവൃത്തികൾ നിങ്ങളത് കണ്ടുപിടിക്കണം, അത് പുറത്ത് കൊണ്ടുവരണം. ഇങ്ങനെയുള്ള അനുഭവങ്ങളുള്ള ആൾക്കാർ ഈ നിങ്ങളുടെ അനുഭവങ്ങൾ യൂട്യൂബിലൂടെ പങ്കുവെക്കണം. അല്ലെങ്കിൽ ഉയർന്ന മറ്റ് ഉദ്യോഗസ്ഥന്മാരെ അറിയിച്ച് നിങ്ങൾക്ക് ഉണ്ടായ അനുഭവങ്ങൾ നിങ്ങളിത് പുറത്ത് കൊണ്ടുവരണം. ഇവരെ നിയമപരമായി ശിക്ഷിക്കാൻ ഒരു അവസരം നിങ്ങളോട് കൂടി ഉണ്ടാക്കി തരണമെന്ന് താഴ്മയായിട്ട് അപേക്ഷിക്കുന്നു. ഞങ്ങൾക്കുണ്ടായ അപമാനവും ദുഃഖവും, ഞങ്ങൾക്കുണ്ടായ ഞങ്ങൾക്കുണ്ടായ ഈ അപമാനത്തിന് നിങ്ങളെല്ലാവരും എന്താണ് കാരണമെന്ന് മനസ്സിലാക്കണം. ഈ ഉദ്യോഗസ്ഥരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം. ഞാനല്ലാതെ ഇപ്പം നിയമപരമായിട്ട് ഞാൻ പരാതി കൊടുക്കുന്നുണ്ട്. ഇന്ന് വോട്ടിൻ്റെ ദിവസമാണ്, അതുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ കാര്യത്തിന് പോകാത്തത്. ഞാൻ അടുത്ത ദിവസം തന്നെ ഞാൻ ഉയർന്ന ഉദ്യോഗസ്ഥന്മാരും ഞാൻ പരാതി കൊടുക്കും, ഇത് ഞാൻ ശ്രദ്ധയിൽപ്പെടുത്തും. അതിനു മുമ്പ് ഈ യൂട്യൂബ് കണ്ട ഈ അപമാനത്തിൻ്റെ പുറത്തുണ്ടായ സങ്കടത്തിൻ്റെ പുറത്താണ് ഞാനും ഈ യൂട്യൂബ് ഇടുന്നത്. ഇതിൽ എന്ത് നിയമപരമായിട്ടുള്ള എന്ത് എനിക്ക് ശിക്ഷ വരികയാണെങ്കിൽ അനുഭവിക്കാൻ ഞാൻ തയ്യാറാണ്. എന്താണെന്ന് വെച്ചാൽ ഇനി ഈ ഒരു യൂട്യൂബ് കണ്ടിട്ടെങ്കിലും ഇനിയുള്ള ആൾക്കാരെ ഈ 2 വ്യക്തികൾ എക്സൈസ് ഉദ്യോഗസ്ഥന്മാരെ ഇവർക്ക് വിടുപണി ചെയ്യുന്ന എക്സൈസ് ജോലിക്കാരെയും നിങ്ങൾ ശ്രദ്ധിക്കണം. ഒരിക്കലും ഈ വീടുകളിൽ റെയ്ഡ് ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാരെ നിങ്ങൾ വെറുതെ അങ്ങനെ വിടരുത്. പിന്നെ നിങ്ങളുടെ വീട്ടിൽ സ്വർണ്ണം ഉണ്ടെങ്കിലും പണം ഉണ്ടെങ്കിലും നിങ്ങൾ അപ്പോഴേ അത് സൂക്ഷിച്ച് വെക്കണം. അല്ലെങ്കിൽ കൂടെ വന്നിരിക്കുന്ന വിശ്വാസമുള്ളവരെ ഉദ്യോഗസ്ഥനെ എൻ്റെ കയ്യിൽ ഇത്ര പണവും സ്വർണ്ണം എൻ്റെ വീട്ടിൽ ഇരിപ്പുണ്ടെന്ന് ധരിപ്പിക്കണം. അത് നിങ്ങൾക്ക് അത് അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അത് തിരിച്ച് കിട്ടും. അല്ലെങ്കിൽ ഇത് മോഷ്ടിക്കപ്പെടും, അവരത് എടുക്കും. ഇവർ കൈക്കൂലി വിദഗ്ധരാണ്. ഇവർ ഈ ഹസീനയും രതീഷും കൈക്കൂലി കൊണ്ട് ജീവിക്കുന്ന ആൾക്കാരാണ്. ഈ പിടിച്ച ജനങ്ങളെ മുതലെടുത്ത് ജീവിക്കുന്ന ആൾക്കാരാണ്. നിങ്ങൾക്ക് അനുഭവമുള്ള ആൾക്കാരെ ഇതുപോലെ എന്നെപ്പോലെ ധൈര്യമായിട്ട് മുന്നോട്ട് വന്ന് ഇത് നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്ന് ഞാൻ താഴ്മയായിട്ട് അപേക്ഷിക്കുന്നു.